ശ്രീജിത്തിൻ്റെ അമ്മയാണ്. അയ്യോ മിസ്സേ, മനസ്സിലായി മിസ്സേ, മാർക്ക് കുറവാണ്. പക്ഷെ അവന് തെറ്റല്ല. അവൻ കഴിഞ്ഞ ആഴ്ച മുഴുവൻ ക്ലാസ്സിൽ വന്നിട്ടില്ല. 1 മാസത്തോളം ലീവായിരുന്നു. അതെ, അതുകൊണ്ടാണ് ടീച്ചർ എഴുതാൻ പറ്റാത്തത്. അതെ 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 എന്ത് പറയാനാ ടീച്ചറെ, പിള്ളേർ 10 അക്ഷരം പഠിച്ചാലല്ലേ എന്തെങ്കിലുമൊക്കെ പേപ്പറിൽ എഴുതി വെക്കാൻ പറ്റത്തുള്ളൂ. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ബുക്ക് തുറന്ന് നോക്കിയാലല്ലേ പരീക്ഷയിൽ എന്തെങ്കിലുമൊക്കെ എഴുതാൻ പറ്റുള്ളൂ. എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല, എന്റെ വാക്ക് കേൾക്കത്തേ ഇല്ല. വന്നു കഴിഞ്ഞാൽ ബാഗ് കൊണ്ടങ്ങ് സോഫയിൽ ഇറങ്ങുക, ദാ ഇറങ്ങി പോകുന്നു. ഫുട്ബോൾ കളി തന്നെ. നമസ്കാരം ടീച്ചറെ. മനുവിൻ്റെ അമ്മ. മനസ്സിലായി ടീച്ചറെ, മാർക്ക് കുറവാണ്. കണ്ടായിരുന്നു, പാരൻസ് മീറ്റിങ്ങിന് വരണമെന്ന് അവൻ തന്നെയാണ് വന്ന് പറഞ്ഞത്. പിന്നെ ഇവിടെ മെസ്സേജ് ഉണ്ടായിരുന്നു. അതെ ടീച്ചറെ, അവനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കൂട്ടുകാരാണ്, കൂട്ട് സെറ്റ് കൂടുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്താ പേര് പറഞ്ഞിരുന്നത്? കിരണും കാർത്തിക്കും. അവർ 2 പേരും ഇവനെ ഇത്രത്തോളം ഇല്ലാതാക്കുന്നത്. അല്ലാതെ അവനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ടീച്ചർ അവരുടെ 2 അടുത്തുനിന്ന് ഇവനെ ഒന്ന് മാറ്റിയിരിക്കണം. അപ്പൊ തന്നെ അവൻ പകുതി നന്നാവും. ഇവന്റെ അച്ഛൻ ഗൾഫിലാ. ഇല്ല ടീച്ചറെ, കൂട്ട് സെറ്റാണ് ഇല്ലാതാക്കുന്നത് പിള്ളേരെ. ശരി. എവിടെയാ? ശരി ടീച്ചറെ, വരാം. പറഞ്ഞിരുന്നു മാർക്ക് കുറവാണ്, എനിക്കറിയാം. ഞാൻ തൊഴിലുറപ്പിന് പോയിട്ടാണ് ഇവനെ വളർത്തുന്നത്. അങ്ങനെയല്ല ടീച്ചറെ, നമ്മളെ കഷ്ടപ്പാടാണ്. ടീച്ചർ പറഞ്ഞ കേട്ടല്ലോ, അതുപോലെ ടീച്ചർ പറയും പോലെ കേക്ക്. ശരി, എവിടെയാ ഇതാ. ആര് പറഞ്ഞ കേൾക്കാനാ? ടീച്ചർ പറഞ്ഞ കേട്ടില്ലേ? അതെ എനിക്കറിയാം. വീട്ടിലോട്ട് വാങ്ങി. എനിക്കറിയാം ടീച്ചറെ, പിന്നെ ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. ഇല്ല ടീച്ചർ പറയും പോലെയൊന്നും അല്ല, ഇവന് 2 കൊടുക്കണം. മനസ്സിലായി. ശരി ടീച്ചറെ, ഞാൻ ശ്രദ്ധിച്ചോളാം. ഇനി ചൂരൽ കൊണ്ട് 2 കിട്ടുമ്പോഴേ പഠിച്ചോളൂ. ശരി, എവിടെയാ മാർക്കിൻ്റെ? ശരി ടീച്ചറെ, പോയിട്ട് വരാം.